നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷവർമ്മയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസുകൾ ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനത് മസാല പുരട്ടി പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയോ ചെയ്യുന്നത്. പൊരിച്ചെടുക്കുന്നേക്കാളും ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അത് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ ഗരം മസാലപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിന് വേണ്ടുന്ന വെജിറ്റബിൾസുകൾ നമുക്ക് എടുക്കാം. അതിന് വേണ്ടുന്ന വെജിറ്റബിൾസുകൾ ക്യാരറ്റ്, കാബേജ്, കുക്കുംബർ, തക്കാളി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതൊന്നും ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടില്ല. അതെല്ലാം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു ബൗളിലേക്ക് തട്ടി കൊടുക്കാം. അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ കൂടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് ഒന്ന് വേവാൻ വേണ്ടുന്ന സമയം, അതായത് ഒരു 10 വേവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 സെക്കൻഡ് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അത് ഞാനിതിനകത്ത് കാണിക്കുന്നില്ല, നിങ്ങളിതൊന്ന് വാട്ടിയെടുക്കണം. ചിക്കനും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കണം, എന്നാലാണ് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് ആ വെജിറ്റബിൾസ് ഒന്ന് ചൂടായി കിട്ടണം. അത് എന്തൊന്നും കിട്ടുമൊന്നും വേണ്ട, ചൂടായി മാത്രം കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 5-10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് അതിൽ കൂടുതൽ വേവിക്കണ്ട. വെജിറ്റബിൾസ് വെന്ത് പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ന് ഞങ്ങൾ ഗുബൂസ് വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം ഗുബൂസ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല. മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. മയോണൈസും നമുക്ക് ഈ ചൂടാക്കിയെടുത്ത വെജിറ്റബിൾസും ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസും സോസും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അന്നേരം ഇത് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ആയിട്ട് വേണ്ടുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എനിക്കിഷ്ടം ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മാത്രം ഞാനിത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മയോണൈസും സോസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം. ആ പാനിലേക്ക് നമുക്ക് ഗുബൂസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗുബൂസ് ഇട്ട് കൊടുത്ത് അപ്പുറം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നാൽ ഗുബൂസിന് ആ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നത്. നന്നായിട്ട് ചൂടാക്കി തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഗുബൂസിലേക്ക് കുറച്ച് മയോണൈസും സോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എനിക്ക് മയോണൈസും സോസും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഷവർമ്മയുടെ മസാല അതിനകത്തേക്ക് ചിക്കനും വെജിറ്റബിൾസും എല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ പ്ലേറ്റ് ഷവർമ്മ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ബോയിൽ പേപ്പറൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ വെജിറ്റബിൾ പ്ലേറ്റ് ഷവർമ്മ ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട് ഗൈസ്.